ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ്. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറിയാണ്. അതിനായിട്ട് ഞാൻ ഇത്രയും ചിക്കൻ നല്ല പോലെ ഒന്ന് കഴുകി ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരല്പം തൈരും അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പും കുറച്ച് മുളക് പൊടിയും കൂടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കുന്നതിനാവശ്യമായ ഒരു മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു മിക്സി ജാറിലേക്ക് ഈ ഒരളവിൽ ഇഞ്ചിയും അതുപോലെ വെളുത്തുള്ളിയും പിന്നെ പെരിഞ്ചീരകവും ആവശ്യത്തിന് മുളക് പൊടിയും അതുപോലെ മഞ്ഞൾപ്പൊടി, ഗരം മസാല, മല്ലിപ്പൊടി പിന്നെ 2 ഉള്ളി ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതിനി നമുക്ക് നല്ല പോലെ ഒന്ന് അരച്ചെടുക്കാം. ഇനി കറി തയ്യാറാക്കാം. അതിനായിട്ട് ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയൊക്കെ ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് സവാള ഇതുപോലെ കട്ട് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് ആവശ്യത്തിന് ഉപ്പും അതുപോലെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വേണമെങ്കിൽ തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ഇതുപോലെ തയ്യാറാക്കുമ്പോൾ തക്കാളി ആഡ് ചെയ്യാറില്ല. സവാള നല്ലതുപോലെ വഴണ്ടു വരുമ്പോഴേക്കും അതിലേക്ക് 2 പച്ചമുളക് ഇതുപോലെ കട്ട് ചെയ്തതും ഒരല്പം മുളക് പൊടിയും കൂടി ചേർത്ത് വീണ്ടും നല്ല പോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇത് ഈ ഒരു പാകത്തിലായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്കുണ്ടല്ലോ, നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പുണ്ടല്ലോ, അത് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടി നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമ്മൾ തയ്യാറാക്കിയ ആ അരപ്പൊക്കെ ഈ ചിക്കനിലേക്ക് നല്ല പോലെ ഒന്ന് പിടിക്കട്ടെ. ഇനി നമുക്കിതിലേക്ക് ചിക്കൻ വേകുന്നതിനാവശ്യമുള്ള വെള്ളവും കൂടി ചേർത്ത് കൊടുക്കാം. വീണ്ടും നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പ് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഉപ്പിട്ടത് പാകത്തിനായതുകൊണ്ടാണ് വീണ്ടും ചേർക്കാത്തത്. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കാം. എന്നിട്ട് വീണ്ടും ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഹൈ ഫ്ലെയിമിൽ ഇതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇതൊരു 10-15 മിനിറ്റൊക്കെ ഹൈ ഫ്ലെയിമിൽ വെക്കുമ്പോഴേക്കും ചിക്കനൊക്കെ ഒന്ന് വെന്ത് കിട്ടും കേട്ടോ. അതിനുശേഷം ഇത് തുറന്ന് വെച്ച് ഒരു 10 മിനിറ്റും കൂടി മീഡിയം ഫ്ലെയിമിലൊന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കുരുമുളക് പൊടി, അതായത് ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടി മാത്രം ഉള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഈ ഒരു സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഇതിലേക്ക് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാൻ തേങ്ങാപ്പാലൊന്നും ആഡ് ചെയ്യണില്ല, അല്ലാതെ തന്നെ നല്ല കുറുകിയ ചാറോട് കൂടിയുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ ഇത്. ഇനി ഇത് വീണ്ടും ഒന്നുകൂടി മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ഇതിലേക്ക് കുറച്ചധികം മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ കറി തയ്യാറാകും. ചിക്കൻ കറി തയ്യാറാക്കാൻ അറിയാത്തവർക്ക് കൂടി ഈ ഒരു രീതിയിൽ എളുപ്പത്തിൽ തയ്യാറാക്കാം കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.